നമസ്കാരം. ചാനലിലേക്ക് ആദ്യമായി എല്ലാവർക്കും സ്വാഗതം. ത്രയം എന്ന തുടർക്കഥയുടെ 19ാം ഭാഗം. നേരം പുലർന്നപ്പോൾ അനുജത്തി സുജാത കഞ്ഞി നിറഞ്ഞ അടുപ്പത്ത് തിളച്ചു തൂവി മറയുന്നതാണ് ആദ്യം കണ്ടത്. കണ്ണു തിരുമ്മി അവൾ മുറ്റത്തേക്ക് ഇറങ്ങി നർമ്മദയെ നോക്കി. ക്ഷീണം കാരണം നേരം പുലർന്നത് സുജ അറിഞ്ഞില്ല. അറിയേണ്ടതെല്ലാം കൃത്യമായി അറിയുന്ന ആളൊരുത്തിയായിരുന്നു നർമ്മദ. രാവിലെ തന്നെ കലമുണ്ടാക്കാൻ കയറിയോ എന്ന് കരുതി സുജു മൺകലപ്പുരയ്ക്കകത്തേക്ക് ചെന്ന് നോക്കി. അടുക്കി വെച്ച മൺകലങ്ങൾ അല്ലാതെ അവിടെ നർമ്മദയെ മാത്രം കണ്ടില്ല. ചേച്ചി രാവിലെ തന്നെ എവിടെ പോയെന്ന് ആലോചിച്ച് നഖം കടിച്ച് അനുജത്തി ദൂരേക്ക് നോക്കി. അപ്പോഴാണ് കുന്നിറങ്ങി വരുന്ന നർമ്മദയെ കണ്ടത്. കയ്യിൽ കൂട്ടിപ്പിടിച്ച് ചീരയുമായി നർമ്മദ സുജാതയുടെ അരികിലെത്തി. ചേച്ചി രാവിലെ തന്നെ ചീര നുള്ളാൻ പോയതായിരുന്നില്ലേ? ഞാനാകെ പേടിച്ചു പോയി. ആ സുജു, ഇന്ന് കൂട്ടാൻ ചീരത്തോരനാ. പൊരയിലൊന്നുമില്ല, കാശുമില്ല. കഞ്ഞി കൊണ്ടുവന്ന് ടൗണിൽ പോകുമ്പോൾ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങണമെന്നുണ്ട്. പക്ഷെങ്കിൽ കാശിൻ്റെ കാര്യമാണ്. സുജുവിനും ആകെ വിഷമം തന്നെ. ഇത്ര ദാരിദ്ര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. അമ്മയുടെ അസുഖം കൂടി വന്നതാണ് ഇത്ര ക്ഷാമം ഉണ്ടാവാൻ കാരണം. ഇപ്പോൾ ഈ അവസ്ഥയും വർദ്ധിക്കും. കൺമണിക്കും അസുഖം വച്ചല്ലോ. നീ ഇവിടെ ഇരുന്ന് ഈ ചീരനുള്ള, ഞാൻ വരാം. എങ്ങോട്ടാ ചേച്ചി? ഒരാളുണ്ട്, ഇതിൽ കാശ് കടം ചോദിച്ചു നോക്കട്ടെ. പോയ വർഷം പൊങ്കാലയ്ക്ക് മൺകുടം വിറ്റ സമയം പരിചയപ്പെട്ടതാ. നോക്കട്ടെ, വരാം. നർമ്മദ ചീര സുജാതയുടെ കയ്യിൽ കൊടുത്ത് വന്ന വഴിക്ക് തിരിച്ചുപോയി. വീടിന് നേരെയുള്ള പാടവരമ്പ് കഴിഞ്ഞാൽ കുത്തനെ ഉയർന്നു പോയൊരു കുന്നുണ്ട്. അതിന് ചെരുവിന് താഴെയുള്ള ഇടുങ്ങിയ വഴി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം സമതല പ്രദേശമാണ്. അവിടെ നിന്നും പല ദിക്കിലേക്കും വഴി മുറിയുന്നുണ്ട്. നർമ്മദ വടക്കു ദിക്കിലെ വഴി നോക്കി ക്ഷമയോടെ കാത്തുനിന്നു. വഴിയരികിൽ കല്ലിൽ അവൾ ഇരുന്നു. സൂര്യൻ്റെ വെയിലിൻ്റെ തിളക്കവും കനവും ചൂടും ഏറി വരുന്നു. കഞ്ഞിയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടതാണ്. അവൾ മുഖം നിറച്ചു കാത്തിരുന്നു. ദൂരെ നിന്നും സൈക്കിൾ മണി കേട്ടപ്പോൾ നർമ്മദ ആശ്വാസത്തോടെ എഴുന്നേറ്റ്. അകലെ നിന്നും സൈക്കിൾ ചവിട്ടിക്കൊണ്ടൊരു യുവാവ് വരുന്നുണ്ട്. വേറെ ആരുമല്ല, അവരുടെ കാമകൻ ശംഭു എന്നൊരു സാധാരണക്കാരൻ. നർമ്മദയെ കണ്ടിട്ടും അവൻ വെറുതെ സൈക്കിളിൽ മണികൾ മുഴക്കിക്കൊണ്ടേയിരുന്നു. അടുത്തേക്ക് എത്തിയപ്പോൾ അവൻ അവളെ നോക്കി ഇടങ്ങൾ കളിച്ചു പുഞ്ചിരിച്ചു. ഇയാളെ കണ്ടിട്ട് ഇതിപ്പോൾ എത്ര നാളായി? അവർക്കിപ്പോൾ എങ്ങനെയുണ്ട്? ശരിയാണ്, തിരക്ക് മൂലം കാണാൻ താൻ വരാറില്ല. മുൻപ് ശംഭുവിനെ എല്ലാ ദിവസവും കണ്ട് വർത്തമാനം പറഞ്ഞിരിക്കും. ഇപ്പോൾ അതും ഇല്ലാണ്ടായി. കണ്ടപ്പോൾ അവൾക്ക് അപ്പയുടെ കാര്യം ഓർമ്മ വന്നു. അപ്പ പറഞ്ഞ കാര്യങ്ങളും. ശംഭുവും താനും പ്രണയബന്ധത്തിലായിട്ട് വർഷം 3 കഴിഞ്ഞു. ഗ്രാമത്തിലെ ഏറ്റവും വലിയ പശുവാമിൻ്റെ മുതലാളിയായ ചന്ദ്രഹാസൻ്റെ തൊഴിലാളിയാണ് ശംഭു. പാൽ ടൗണിൽ കൊണ്ടുപോയി വിതരണം ചെയ്യലാണ് ശംഭുവിൻ്റെ മുഖ്യ ജോലി. കൂടാതെ ഗ്രാമത്തിലെ കടകളിലും ശംഭു പാൽ വിതരണം ചെയ്യാൻ പോകും. അപ്പോഴൊക്കെയാണ് നർമ്മദയെ കാണാറുള്ളത്. ദീനം കുറവുണ്ടോ നർമ്മദ? ഇല്ല ശംഭു, ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെ സ്ഥിതി ഭയങ്കര മോശ. നിന്റെ മുതലാളി കാശ് വട്ടിക്ക് കൊടുക്കോ ശംഭു? പൊങ്കാലക്കലങ്ങൾ പോണ വർഷം ഞാൻ കൊടുത്തപ്പോൾ വട്ടിപ്പലിശയെക്കുറിച്ച് കൂടെയുള്ളവരോട് പറയണ കേട്ട ഓർമ്മയുണ്ട് എനിക്ക്. ഓ, അപ്പോൾ അത് ചോദിക്കാനാണോ നീ ഇവിടെ കാത്തുന്നത്? ഞാൻ കരുതി നീ എന്നെ കാണാനാകുന്നു. അതല്ല, നീ എന്താ ശംഭു? എൻ്റെ കാര്യം നിനക്ക് നന്നായി അറിയാലോ. അറിയാം, ഞാൻ വെറുതെ പറഞ്ഞതാടി. കാശ് വേണം ശംഭു, അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്താ ചെയ്യേണ്ടെന്ന്. നർമ്മദ തലയ്ക്ക് കൈ കൊടുത്ത് കല്ലിൽ തളർന്നിരുന്നു. നമുക്കൊക്കെ ഇത് ഏതാണ്ട് കഷ്ടകാല സമയമാണ്. നിനക്ക് എൻ്റെ കാര്യം കൂടി അറിയാലോ. കൂട്ടിയാൽ കൂടില്ല. നർമ്മദയുടെ ദണ്ണം കണ്ടപ്പോൾ ശംഭു അവളെ ആശ്വസിപ്പിച്ചു. ആ ആശ്വാസം കൊണ്ടൊന്നും സമാധാനിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല നർമ്മദ. ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ കൺമണി കിടന്ന കിടപ്പിലായി പോകും. പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. മുതലാളി പട്ടിക്ക് കൊടുത്തിരുന്നു. കുറേ നാളുകളായിട്ട് ആ പരിപാടി ഇല്ല. ഞാൻ ചോദിക്കുന്നില്ല, നമ്മൾ തമ്മിൽ അപരിചിതരായി ഇരുന്നാൽ മതി. നീ ഒന്നുമൊന്ന് തിരക്കി നോക്ക്, ശംഭു അവളോട് പറഞ്ഞു. ഇന്ന് തന്നെ ചന്ദ്രഹാസൻ്റെ വീട്ടിൽ പോയി കാര്യം ചോദിക്കുവാൻ നർമ്മദ തീരുമാനിച്ചു. അപ്പോൾ ത്രയത്തിൻ്റെ 19ാം ഭാഗം ഇവിടെ അവസാനിച്ചു. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ത്രയത്തിൻ്റെ അടുത്ത ഭാഗമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ബൈ. താങ്ക് യു.